നമ്മൾ വളരെ കൃത്യമായിട്ട് വളരെയധികം സ്വാമി എന്ന് പറയുന്നത് അത്രയും സ്വാമിയെ നമ്മൾ വിശ്വസിക്കുകയും സ്വാമിയുടെ പൂജകളിൽ എല്ലാ ദിവസവും പങ്കെടുക്കുകയും എല്ലാ പൂജകളും ചെയ്യുകയും നിവേദ്യ പൂജകളാവട്ടെ, ഹോമപൂജകളാവട്ടെ, അമാവാസി പൂജകളാവട്ടെ, പൗർണമി പൂജകളാവട്ടെ, എല്ലാത്തിലും പങ്കെടുക്കുകയും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുകയും എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടും നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം, നമുക്ക് ഏറ്റവും വലിയ ഒരു വിജയം നമ്മളിലേക്ക് സ്വാമി കൊണ്ടുവരാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചിലപ്പോൾ പിന്തിരിഞ്ഞ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നത്തിന്റെ ആ ഒരു പ്രശ്നം നമുക്ക് താങ്ങാൻ പറ്റാണ്ട് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതുവരെ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഭഗവാന്റെ കയ്യിലാണ്. നമ്മൾ ഇതിനേക്കാളും വലിയ പ്രശ്നത്തിൽ വന്നപ്പോ, ആത്മഹത്യയുടെ വക്കിൽ വന്നപ്പോ, ആരും നമ്മൾക്ക് തുണയില്ലാത്ത സമയത്ത് നമ്മളെ കൈ പിടിച്ച് ഉയർത്തി നമുക്ക് വേണ്ട എല്ലാ കാര്യം തന്ന് അന്നത്തെ ഒരു ദിവസം നമുക്കൊരു ആശ്വാസവാക്ക് ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് തീരുമാനിച്ചിരുന്ന ഒരു വ്യക്തിയെ ജീവിതത്തിൽ കൃത്യമായി പടുത്തുയർത്തി നമ്മൾ വലിയൊരു വിജയത്തിലേക്ക് എത്തി എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഇനിയുള്ള സാമ്പത്തിക വിജയമാവട്ടെ, ബിസിനസ് വിജയമാവട്ടെ, ഇനി സ്നേഹബന്ധമായി ബന്ധപ്പെട്ടുള്ള കാര്യമാവട്ടെ, കരിയറുമായി ബന്ധപ്പെട്ട കാര്യമാവട്ടെ, അതിനുവേണ്ടി വീണ്ടും നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എത്തുമ്പോൾ സ്വാമിയുടെ ശക്തിയിൽ വിശ്വാസക്കുറവ് സംഭവിക്കുകയും സ്വാമിയോട് ഒരു അടുപ്പം കുറയുകയും നമ്മൾ പൂർണ്ണമായിട്ടും താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമുക്കെന്തോ പ്രശ്നം വന്നിട്ടുണ്ട്, നമ്മൾക്കെന്തോ ശത്രുബാധ ഏറ്റിട്ടുണ്ട്, നമുക്കെന്തോ നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്, നമ്മളുടെ ചിന്തകളിൽ സ്വാമിയെ കുറിച്ചുള്ള വിശ്വാസത്തിൽ എന്തോ ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷനായിട്ട് എടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രയും പെട്ടെന്ന് വിജയത്തിലേക്ക് എത്താൻ ആ തൊട്ടു മുന്നിൽ എത്തി നിൽക്കുന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ മാത്രമാണ്. നിങ്ങളുടെ പ്ലാനുകൾ വിജയിക്കുന്നില്ലെങ്കിൽ പ്ലാൻ മാറ്റിക്കൊണ്ടേയിരിക്കുക, വീണ്ടും വീണ്ടും പ്ലാനുകൾ മാറ്റുക. ഈ പ്ലാൻ വർക്കൗട്ട് ആയില്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. ആ പ്ലാനിന് പകരം വേറെ നല്ല പ്ലാൻ കിട്ടുമോ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുക. ആ കാര്യം എത്രയും പെട്ടെന്ന് നടത്തിയെടുക്കാൻ പുതിയ പുതിയ സാധ്യതകൾ ഏതാണെന്ന് തേടുക. ഇന്ന് പറഞ്ഞ പ്ലാൻ ആവില്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന പുതിയ പ്ലാൻ നമ്മൾ സ്വാമിയോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെ എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് സൊല്യൂഷൻ കിട്ടും എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ സ്വാമി നമുക്ക് അത് സത്യമായി കാണിച്ചു തരും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. നമ്മൾ അതുകൊണ്ട് സ്വാമിയിലുള്ള ഒരു വിശ്വാസം, അതും ചിലപ്പോൾ നമ്മളെ സ്വാമി പരീക്ഷിക്കും. വലിയൊരു വിജയം നിങ്ങളിലേക്ക് തരുമ്പോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കുമോ എന്നുള്ളൊരു പരീക്ഷണവുമാവാം. അതുകൊണ്ട് അടിയുറച്ചു നിൽക്കുക. നിങ്ങളുടെ പ്രശ്നം എന്തുമാവട്ടെ, എത്ര വലിയ പ്രശ്നമാവട്ടെ, അത് സ്വാമിക്ക് വിട്ടുകൊടുക്കുക. എന്നിട്ട് അടിയുറച്ച് വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടത് ഭഗവാന് ചെയ്തു തരാൻ അറിയാം എന്ന് നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിച്ചത് ചാത്തനെയാണ്, കൂടെ കൂട്ടിയത് ചാത്തനെയാണ്. നിങ്ങൾ പൂജിച്ചതും നിങ്ങൾ നിവേദ്യം നൽകിയതും നിങ്ങൾ എല്ലാം അർപ്പിച്ചതും ചാത്തനെയാണ് പൂജിച്ചത്. ചാത്തൻ കൈവിടില്ല, ചാത്തൻ കൂടെ വരും. എന്തിനും ഏതിനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ടാവും. എല്ലാവരും വിജയിക്കട്ടെ.